ഹായ് ഹലോ ഗൈസ്, നമ്മളിപ്പോൾ സ്റ്റിൽ ഡൽഹിയിൽ തന്നെയാണ്. ഡൽഹി എന്ന് പറയുമ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് നമ്മളെങ്ങനെ ഡൽഹിയിൽ വന്നെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മളിന്ന് ഡൽഹിയിൽ നിന്ന് ഒരു സ്ഥലത്തോട്ട് പോവുകയാണ്. അതിപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും നമ്മളെവിടെയാണ് പോകുന്നതെന്ന്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ റെഡ് ഫോർട്ട് ഉണ്ടല്ലോ, റെഡ് ഫോർട്ടിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. രാഹുൽ ഇവിടെ ഉണ്ട്. നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചതേ ഉള്ളൂ. ചപ്പാത്തിയും പിന്നെ സോയാബീനും ഏതോ 2-3 കറി ഉണ്ടായിരുന്നു. എന്തൊക്കെയാണെന്നൊരു പിടിയില്ല. പരിപ്പ് കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ സമയം എന്ന് പറയുമ്പോൾ 8:30 ആയിട്ടുണ്ട്. 9 മണിക്ക് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ബസ് വരും. ബസ്സെന്ന് പറയുമ്പോൾ സ്ലീപ്പർ ബസ്സിൽ തന്നെയാണ് നമ്മൾ 4 പേരും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ പറയാം, ഓക്കെ, പഞ്ചാബിലോട്ടാണ് നമ്മൾ പോകുന്നത്. പഞ്ചാബ് അമൃത്സറിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രിയല്ലേ, നമ്മൾ ഇവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ നാളെ രാവിലെ ഞാൻ അവിടെ എത്തുമ്പോഴേ വീഡിയോ റെക്കോർഡ് ചെയ്യും. അപ്പോൾ എന്തായിരുന്നാലും ബസ് വരുമ്പോൾ ഞാൻ ബസ്സൊക്കെ കാണിച്ചു തരാം കേട്ടോ. ബസ് അടിപൊളി ബസ് എന്നാണ് തോന്നുന്നത്. ഓൺലൈൻ വഴിയാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഒരാൾക്ക് റേറ്റ് വന്നത്, ഒരാൾക്ക് എത്ര രൂപയാടാ ടിക്കറ്റിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ? 1000 എത്രയോ ആയി. അത് ഞാൻ എന്തായാലും ബസ്സിൻ്റെ അകത്തിരുന്ന് പറയാം കേട്ടോ. കറക്റ്റായിട്ട് വില ഞാൻ ഫോണിലുണ്ട്, ടിക്കറ്റ് ഉണ്ട്. അപ്പോൾ ഫോണിൽ വില നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാര്യം പറഞ്ഞുതരാം. ഡൽഹിയിൽ നിന്ന് അമൃത്സർ വരെ എത്ര രൂപയായി ബസ് ടിക്കറ്റ് എന്ന്. അപ്പോൾ എന്തായാലും നമുക്കിനി ബസ് വരുമ്പോൾ കാണാം. അങ്ങനെ നമുക്ക് പോകാനുള്ള ബസ് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഇൻ്റർസിറ്റി സ്മാർട്ട് ബസ്സാണ്. ബസ്സൊക്കെ കണ്ടിട്ട് അടിപൊളി ബസ് എന്നാണ് തോന്നുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ സൈഡ് ഫുള്ള് സ്ലീപ്പറാണ് കേട്ടോ. നമ്മൾ ഈ സ്ലീപ്പറിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനും രാഹുലും ഒരിടത്തായിരിക്കും. മിക്കിയും ഇതിനും തൊട്ട് താഴത്തെ നമ്മൾ അപ്പർ ബർത്തിലാണ് ബുക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ ടിക്കറ്റ്. ബസ്സിൻ്റെ അകം ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഏതാണ്ട് സെക്കൻഡ് ക്ലാസ് ലോവറിലാണ് അവരുടെയും നമ്മുടെയും സീറ്റ്. നമ്മുടേത് അപ്പർ ബർത്തിലാണ്. സെക്കൻഡ് ക്ലാസ് അപ്പർ നോക്കടാ. ഓ, ഇവിടെയാണ് കേട്ടോ. ഇങ്ങനെയാണ് സീറ്റ് വരുന്നതാടാ. ഓക്കെ, നമ്മൾ നടക്കണതിൻ്റെ അകത്തോട്ട് കയറി പോകണം. രാഹുലിന്റെ മുഖം നോക്കി വെക്ക്. രാഹുൽ വിചാരിച്ചോണ്ടെങ്കിൽ ഇനി ഇതിന്റെ മുകളിലുണ്ടോന്ന്. കേരള അകത്തോട്ട്. നമ്മളാണ് മുകളില്. നമ്മള് മുകളില്. ഇവരാണ് സെക്കൻഡടാ. എടാ, നമുക്ക് മുകളിൽ കയറിക്കുന്നേ. മുകളിൽ കയറിക്കോ. അല്ല, മുകളിൽ എന്താടാ ഇവിടെ പടി കിടക്കണേ. ചോട്ടി കയറ്. ആളുണ്ടോ? ആളുണ്ട്. നമ്മുടെ ബസ്സിൻ്റെ അകത്ത് കയറി കേട്ടോ. നമ്മുടെ സീറ്റ് വരുന്നത് ഏതാണ്ട് ആ ഭാഗത്തായിട്ടാണ്. ഫസ്റ്റ് സ്ലീപ്പറിലാണ് എൻ്റെ രാഹുലിൻ്റെ സീറ്റ്. അപ്പോൾ അതാണ്ടാ ഇവൻ ചീട്ട് കളിക്കാൻ വേണ്ടി വിളിച്ച്. പിന്നെ നമ്മൾ തൊട്ട് ഈ സീറ്റിൽ ഉള്ള കൊച്ചാണ്. സിമ്രൻ. അങ്ങനെ ഞാനും രാഹുലും കൂടെ നമ്മുടെ റൂമിലോട്ട് തിരിച്ചു വന്നു കേട്ടോ. ബസ്സിൻ്റെ അകത്താണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ബസ്സിൽ യാത്ര ചെയ്യുന്നത് കേട്ടോ. അല്ലടാ, നീ ആദ്യമായിട്ടാണോ കേട്ടോ? തന്നെ. പക്ഷെ എനിക്കിതൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ബസ്സിൽ സ്ലീപ്പർ കൊള്ളാം, നല്ല അടിപൊളിയാണ്. പിന്നെ വേറൊരു കാര്യം പറയാൻ പറഞ്ഞു. ബസ്സിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ഒരൊറ്റ കുപ്പി വെള്ളം മാത്രമേ കിട്ടൂ കേട്ടോ. അത് 1/2 ലിറ്ററിൻ്റെ വെള്ളം. അല്ലാതെ ഇവിടെ ഫുഡും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ. ഓക്കെ, ബൈ. നാളെ കാണാം. നമ്മളിവിടെ പഞ്ചാബിലെത്തി. രാവിലെ തന്നെ ബസ്സിൽ നിന്ന് ഇറങ്ങി ഒരു ഓട്ടോ പിടിച്ചാണ് ഇപ്പോൾ നേരെ ഒരു ചെറിയ റൂം എടുക്കാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫ്രഷ് ആയതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞിരിക്കുകയാണ്. നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ. പഞ്ചാബിന് നല്ല തണുപ്പാണ്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു 11 ഡിഗ്രിയാണെന്ന് തോന്നുന്നു ഇവിടെ ഇന്ന് രാവിലെ. ഇവിടുത്തെ ക്ലൈമറ്റ് രാവിലെ ബസ്സിൻ്റെ അകത്തിരുന്നൊക്കെ നോക്കിയ സമയത്ത് ഭയങ്കര മഞ്ഞായിരുന്നു പുറത്തൊക്കെ. നമ്മളുടെ പഞ്ചാബിന് വന്നതിന് ശേഷം ഇവിടെ റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനും നിതിനും മിക്കിയും രാഹുലും ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഫ്രഷ് ആണമായിരുന്നു രാവിലെ തന്നെ. കാര്യം എന്ന് പറഞ്ഞാൽ രാവിലെ ഇവിടെ 7 മണിക്കാണ് നമ്മുടെ ബസ് ഡൽഹിയിൽ നിന്ന് പഞ്ചാബ് വരെ വന്നത്, അമൃത്സർ വരെ. അപ്പോൾ നമുക്കൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ റൂം എടുത്തത്. അപ്പോൾ നമ്മൾ റെഡി ആയിട്ട് ഇനി നേരെ ഇവിടെ ഗോൾഡൻ ടെമ്പിൾ ഉണ്ടല്ലോ, ഗോൾഡൻ ടെമ്പിളിലോട്ട് പോകാനാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ നമ്മളിവിടെ റൂം എടുത്തതല്ലേ, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു പറയട്ടെ, നമ്മൾ 2-3 ദിവസം ഉപയോഗിച്ച ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകി മുകളിൽ ഇട്ടിട്ടുണ്ട്, ഈ ഹോട്ടലിൻ്റെ മുകളിൽ. അപ്പോൾ നമ്മളിപ്പോൾ താമസിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പോൾ ലിഫ്റ്റ് കയറി നമുക്ക് 3rd ഫ്ലോറിൽ പോകണം. 3rd ഫ്ലോറിൽ പോയിട്ട് അവിടെ നിന്ന് പിന്നെയും സ്റ്റെപ്പ് കയറണം മുകളിലോട്ട് പോകണമെങ്കിൽ.
അപ്പോൾ നമ്മൾ വിരിച്ചിട്ടിങ്ങനെ സ്ഥലം കാണിച്ചു തരാം. സ്റ്റെപ്പ് കയറി മുകളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ കാണിച്ചു തരാം നമ്മൾ എവിടെയാണ് ഇവിടെ തുണി വിരിച്ചിട്ടുള്ളതെന്ന്. ഇപ്പോൾ നമ്മൾ ടെറസിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പിന്നെയും മുകളിലോട്ട് കയറണം. അതാണ് ട്വിസ്റ്റ്. നല്ല വെയിലുണ്ട്. ഇപ്പോൾ വെയിലും തണുപ്പെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അകത്ത് ഇത് തെർമലിൻ്റെ ഡ്രസ്സാണ്. ഇത് നമ്മുടെ എൻ്റെ ചെറിയൊരു നമ്മളെ കളിക്കാനൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്ന ജേഴ്സി, പിന്നെ അതിൻ്റെ പുറത്തൂടെ ഒരു കോട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. ഇവിടെ ഒരു സ്റ്റീലിൻ്റെ പടിയാനുള്ളത്. മുന്നോട്ട് കയറിട്ട് ഉണങ്ങിയാടാ? അയ്യോ, അവൻ്റെ തുണി ഉണങ്ങിയില്ല. എൻ്റെ തുണി ഉണങ്ങിയെന്ന് നോക്കട്ടെ. എൻ്റെ ഡ്രസ്സ് ഉണങ്ങിയേ, ഷർട്ടും ഉണങ്ങി. നമ്മളിപ്പോൾ നേരെ ഗോൾഡൻ ടെമ്പിളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആട്ടയിലാണ് പോകുന്നത്. ഗോൾഡൻ ടെമ്പിളിൽ ഇവിടെ നിന്ന് നമ്മൾ താമസിക്കുന്നില്ലേ, അവിടെ നിന്ന് ഗോൾഡൻ ടെമ്പിൾ വരെ പോകാനായിട്ട് ഒരാൾക്ക് 20 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത് കേട്ടോ ആട്ടോയിൽ. ഇപ്പോൾ ടോട്ടലായിട്ട് 80 രൂപ. ഇവിടെ അങ്ങനെ ആരും ഹെൽമെറ്റ് ഒന്നും വലുതായിട്ട് ഉപയോഗിക്കുന്നില്ല കേട്ടോ. നമ്മുടെ അവിടെ ആണെങ്കിൽ ഇതാണ്ട് അതാ 2 പേര് പോകണം ഹെൽമെറ്റ് ഇല്ലാതെ. നമ്മളിവിടെ ഗോൾഡൻ ടെമ്പിൾ കാണാമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത് കേട്ടോ. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും ഗോൾഡൻ ടെമ്പിൾ രാത്രി ആയിരുന്നാലും കാണാമെന്നാണ് ഇവിടെ നിന്ന് അറിഞ്ഞത്. പിന്നെ നമ്മളിവിടെ വന്നപ്പോൾ ഇവിടെ ഓരോ ആൾക്കാരിങ്ങനെ നമ്മളോട് സംസാരിക്കൂലേ, അപ്പോൾ ഈ പാക്കേജ് പോലെയൊക്കെ അവർ നമ്മുടെ ഒന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പാക്കേജിൻ്റെ അകത്തായിരുന്നെങ്കിൽ 7 സ്ഥലമുണ്ട് മൊത്തം. ഈ 7 സ്ഥലത്തിൻ്റെ അകത്ത് ഒരാൾക്ക് 150 രൂപ വെച്ച് ആണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങോട്ട് പോവാൻ. തിരിച്ച് ഇവിടെ കൊണ്ടുവരാൻ 150. അങ്ങനെ ഒരാൾക്ക് 300 രൂപ. 7 സ്ഥലമുണ്ട്. അത് ഏതൊക്കെയാണ് 7 സ്ഥലം? ഏതൊക്കെയാണ് എനിക്ക് ആ 7 സ്ഥലം? പേപ്പറുണ്ട്, പേപ്പറിൽ എഴുതി തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണെങ്കിൽ ഫസ്റ്റ് സ്ഥലം ടെമ്പിൾ, വൈഷ്ണവ ടെമ്പിൾ, കലാസ കോളേജ്, മിനി ഇന്ത്യ ഗേറ്റ്, വാഗാ ബോർഡർ, മാർക്കറ്റ് ഓർ ഇന്ത്യ കാ ലാസ്റ്റ് റെയിൽവേ. ഓക്കെ. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എന്തായിരുന്നാലും നമ്മളിപ്പോൾ അത് നിൽക്കുന്നത് മ്യൂസിയത്തിലാണ്, വാർ മ്യൂസിയത്തിൽ. അപ്പോൾ വാർ മ്യൂസിയം കണ്ടിട്ട് ഒരു 30 മിനിറ്റ് കൊണ്ട് പുറത്തിറങ്ങണം. പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് 2 മണിക്കാണ് വണ്ടി എടുക്കുന്നത്. അപ്പോൾ ഇവരോട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും സ്ഥലം കാണാൻ പറ്റും. സത്യം പറഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നതേ ഈ വാർ മ്യൂസിയവും പിന്നെ നമ്മുടെ ഗോൾഡൻ ടെമ്പിള് പിന്നെ വാഗാ ബോർഡർ, ഈ 3 സ്ഥലവും മാത്രമേ നമ്മുടെ പ്ലാനിങ്ങിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പോവുകയാണെങ്കിൽ ഇത്രയും സമയം കൊണ്ട് ഇത്രയും സ്ഥലം കവർ ചെയ്യാൻ പറ്റൂല. അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ ആ പാക്കേജ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 500 രൂപ അവർക്ക് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് വലിയ കുഴപ്പമായിട്ട് തോന്നിയില്ല. നല്ല ഒരു എന്താ പറയുക, ഓഫറല്ല, നല്ലൊരു പാക്കേജ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ടിക്കറ്റ് കൗണ്ടർ അവിടെയാണ്. ടിക്കറ്റ് എടുത്തിട്ട് നോക്കാം, ടിക്കറ്റ് എത്ര രൂപയാണെന്ന് നോക്കാം. വാർ മ്യൂസിയത്തിൻ്റെ അകത്ത് കയറാനുള്ള ടിക്കറ്റ്. അപ്പോൾ നമ്മൾ വാർ മ്യൂസിയത്തിൻ്റെ അകത്ത് കയറാനായിട്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരാൾക്ക് 40 രൂപയാണ് ടിക്കറ്റിൻ്റെ വില വരുന്നത്. ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫും വീഡിയോഗ്രാഫും അലൗഡ് അല്ല. അത് ഇവിടെ ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനാണെങ്കിൽ ക്യാമറ നമ്മുടെ വീഡിയോ ഓണാക്കി അങ്ങോട്ട് പോയപ്പോൾ തന്നെ അവർ പറഞ്ഞു ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫി അലൗഡ് അല്ല, അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഐ ക്യാൻ ടേക്ക് ദിസ് റൈറ്റ്, ദിസ് വൺ, യെസ്. കണ്ടത് ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ ഞാൻ ഫോൺ കൊണ്ട് അങ്ങോട്ട് പോയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫി അലൗഡ് അല്ല. അപ്പോൾ എന്തായാലും ഓക്കെ, ഞാനൊന്ന് ജസ്റ്റ് കയറി കാണട്ടെ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് പുറത്തിറങ്ങിയിട്ട് കാണാം. എന്തൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കണ്ടതെന്ന് ഞാൻ പിന്നീടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം പറ്റുകയാണെങ്കിൽ. നമ്മളിത് ഇപ്പോൾ വാർ മ്യൂസിയം കണ്ടിട്ട് പുറത്തിറങ്ങിയതേ ഉള്ളൂ. സംഭവം അതിൻ്റെ അകത്ത് പഴയ ഒരുപാട് ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഓഡിയോ ബുക്കുണ്ടല്ലോ, അങ്ങനത്തെ രീതിയിലും ഉള്ള നമുക്ക് എന്താണ് ഇപ്പോൾ വായിച്ച് മനസ്സിലാക്കാൻ പാടുള്ളവർക്ക് അവർ ഹെഡ്സെറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് കേട്ട് മനസ്സിലാക്കാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നെ ചെറിയ ചെറിയ ഡിസ്പ്ലേ TV, നമ്മളെ എന്താ പറയുക, ഇന്ത്യ വിഭജിച്ച സമയത്തുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ കയറി പോകുമ്പോഴേ ഒരു മതിൽ പോലെ അവർ കെട്ടി വെച്ചിട്ടുണ്ട്. മതിൽ കെട്ടി വെച്ചിട്ട്
ഒരു വലിയ വാള് ഇങ്ങനെ അതിൻ്റെ നടുക്കിൽ കൂടെ ഇങ്ങനെ കീറി മുറിക്കുന്ന ഒരു സംഭവം അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ അവർ അങ്ങനെ ചെയ്ത് വെച്ചിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ അത് എന്തോ പറയാൻ കീറി മുറിച്ച് പല പല ഭാഗങ്ങളായിട്ട് മാറ്റിയില്ലേ, അതിനെ പറ്റിയിട്ടുള്ള ഒരുപാട് ഡീറ്റെയിൽസൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ വാർ മ്യൂസിയത്തിൽ കയറിയപ്പോൾ എന്താണ് പറ? പഴയ ചരിത്രങ്ങൾ കുറേ കിടക്കുന്ന ഒരു സ്ഥലം. നീ എന്തിനാടാ ചിരിച്ചത്? അതാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന എല്ലാവരും ഒരിക്കലെങ്കിലും ഇവിടെ വന്നിരിക്കണം. വാർ മ്യൂസിയത്തിൽ നിന്ന് എന്തായാലും നമ്മളിപ്പോൾ ഇറങ്ങി. ഇനിയിപ്പോൾ നേരെ പോകുന്നത് നമ്മൾ നേരത്തെ പാക്കേജ് എടുത്തില്ലേ ആ ഒരു സ്ഥലത്തോട്ടാണ്. ഇവിടെ വെച്ചിട്ടേ നമ്മൾ 3 പേരെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു വലിയ വാളുണ്ടായിരുന്നു. അപ്പോൾ ഈ വാളിനെ പറ്റി ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. Okay. What's the name of this thing called? What is name? Nam. Okay. इसका नाम वर्षा. Okay. പെട്ടെന്ന് കണ്ടപ്പോഴേ ഞാൻ നോക്കിയപ്പോൾ ഇവർ വാളും പിടിച്ചിങ്ങനെ നടക്കുകയാണ്. ഓക്കെ, താങ്ക് യു ഭയ്യ, ധന്യവാദ്. അപ്പോൾ നമ്മളടുത്ത് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റിനകത്ത് തന്നെ ഇവർ വണ്ടി എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഞാൻ അടുത്തുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. കാര്യം ഇവിടെ ഏറ്റവും കൂടുതൽ ഫോറിനേഴ്സ് വരണുണ്ട് കേട്ടോ, ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് ആട്ടോ ഒക്കെ നിറഞ്ഞാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത്. ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോർഡറിലോട്ടാണ് പോകുന്നത്. ബോർഡറിൽ നമ്മുടെ പരേഡ് കാണാനായിട്ട്. പിന്നെ നമ്മുടെ ഗോൾഡൻ ടെമ്പിളിലോട്ട് പോകുന്ന വഴിയുണ്ടല്ലോ, അത് ഇതുവഴി നേരെ അങ്ങോട്ട് നടന്നു പോയാൽ മതി. ഗോൾഡൻ ടെമ്പിളിലോട്ട് പോകാൻ പറ്റും. പിന്നെ ഇതൊക്കെ ഇത് ഫുള്ളൊരു കോട്ടയ്ക്കകത്തായിട്ടാണ് വരുന്നത് കേട്ടോ. ഇവിടെ ഒരു വാതിലുണ്ട്, വലിയൊരു വാതിൽ. പിന്നെ അതാ ഉണ്ട് ഒരു വലിയ വാതിൽ. അപ്പോൾ ഈ കോട്ടയ്ക്കകത്തൂടെ കയറിയിട്ട് വേണം നമുക്ക്. ഇവിടെ വാർ മ്യൂസിയം ഉണ്ട് നേരെ ഫ്രണ്ടിലായിട്ട്. പിന്നെ കുറച്ചുകൂടെ മുന്നേ നടന്ന് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് പോയാൽ നമുക്ക് ഗോൾഡൻ ടെമ്പിൾ കാണാൻ പറ്റും. അപ്പോൾ ഗോൾഡൻ ടെമ്പിളൊക്കെ മിക്കവാറും നമ്മൾ വൈകിട്ട് വന്ന് കാണാമെന്നാണ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മളങ്ങനെ ആട്ടോയ്ക്കകത്ത് കയറി കേട്ടോ. ഞാനും നമ്മൾ 3 പേരും ഏറ്റവും ബാക്കിലായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ വിഷ്വൽസൊക്കെ അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റുമായിരിക്കും. ഞാൻ എന്തായാലും ബാക്ക് ക്യാമറ ഓൺ ആക്കിയിട്ട് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം. ആര്? അപ്പോൾ പഞ്ചാബിലെ ബാക്കി വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവരും വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.